അഴിമതിയിലൂടെ അധികാരവും അധികാരത്തിലൂടെ അഴിമതിയും നേടുന്നത് മറ്റു പാർട്ടിയുടെ മുന്നിൽ രണ്ടേ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന് ഹാവ്സും മറ്റൊന്ന് ഹാവ്. ജാതി നോക്കി വേണം ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളും നൽകേണ്ടത് എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ വോട്ട് ചോരിക്ക് കളമൊരുക്കിയത് ആരാണ് സഖാവേ? ഈ 3 ഭീകരന്മാർ കേരളത്തിൽ വന്ന് താമസിച്ച് ഈ മണ്ഡലങ്ങളിലൊക്കെ നടന്ന്, ഇവിടെയൊക്കെ അങ്ങേക്ക് പരിചയമുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെയാണ്. മണലൂരൊക്കെ അങ്ങേക്ക് നല്ല പരിചയമുണ്ടല്ലോ. നമ്മുടെ വോട്ട് വെട്ടിമാറ്റാൻ ആരെയാണ് സഖാവെ പ്രേരിപ്പിച്ചത്? കാരണം ഇവിടെ ഈ വോട്ട് ചേർക്കുന്നതും മാറ്റുന്നതും ഒക്കെ ഈ ജ്ഞാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധുവും അല്ലെങ്കിൽ ഡോക്ടർ വിവേക് ജോഷിയും ചേർന്നല്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താ മാർഗം? ഇവരെ 1-ാം പ്രതിയും 2-ാം പ്രതിയും 3-ാം പ്രതിയുമായിട്ട് നമുക്ക് കേസ് ചാർജ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം കൂടെ അങ്ങേ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ CPI എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും ആ പാർട്ടിയെ നയിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെക്കുറിച്ചുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശ്രീ ബിനോയ് വിശ്വം ഞാൻ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹം അഴിമതിയുടെ കറപുരളാത്ത ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ടാണ്. ആധുനിക കേരള സമൂഹത്തിൽ അഴിമതി തീണ്ടാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ അപൂർവമാണ് എന്ന് നമുക്കറിയാം. അഴിമതിയിലൂടെ അധികാരവും അധികാരത്തിലൂടെ അഴിമതിയും നേടുന്നത് ഒരു ഇക്വേഷനായി കേരള സമൂഹം പൊതുവെ അംഗീകരിച്ചിരിക്കുകയാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അഴിമതി ആഭരണമായിട്ട് മാറാറുണ്ട്. കാശ് കൊടുത്താൽ എന്താ, കാര്യം നടക്കില്ലേ എന്ന് പൊതുസമൂഹം പറയുമ്പോൾ അഴിമതി ആഭരണമായി മാറുന്നതിൽ എന്താണ് തെറ്റ്? അങ്ങനെ അഴിമതിയുടെ പ്രലോഭനങ്ങളെ അതിജീവിച്ച്, പണത്തിൻ്റെ പ്രലോഭനത്തെ അതിജീവിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ആധുനിക കേരള സമൂഹത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിന് കഴിഞ്ഞ ഒരു നേതാവ് എന്ന നിലയിൽ, അഴിമതിക്കാരനല്ലാത്ത ഒരു നേതാവ് എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ ബിനോയ് വിശ്വത്തിനെ ബഹുമാനിക്കുന്നുണ്ട്. എന്നാൽ ബിനോയ് വിശ്വത്തെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റായിട്ട് ഞാൻ കാണുന്നില്ല. അതിന് കാരണമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നിൽ രണ്ടേ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന് ഹാവ്സും മറ്റൊന്ന് ഹാവ് നോട്ട്സും, ഉള്ളവനും ഇല്ലാത്തവനും. 1964 പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞ കാലഘട്ടം മുതൽ, അത് പിരിയാനൊരു കാരണമുണ്ടായിരുന്നു. ഇന്ത്യയിൽ നടക്കേണ്ടത് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് എന്ന് CPM-ഉം അതല്ല ദേശീയ ജനാധിപത്യ വിപ്ലവമാണെന്ന് CPI-യും പറഞ്ഞു. എന്തായാലും ശരി, ഇതൊന്നും ഒരിക്കൽ പോലും സ്വപ്നം കാണാനൊക്കാത്ത വിധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിലെ അധപ്പതിച്ചു പോയി. എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇപ്പോഴും അവരുടെ വർഗ സമര സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ വർഗസമരത്തിൻ്റെ കാര്യത്തിൽ CPM ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സമൂഹത്തെ വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CPM കാണുന്നത്. പക്ഷേ 2025 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വർഗസമരം നേരത്തെ തന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. അവർ വർഗീയ സമരത്തിൻ്റെ പാതയിലാണ്. അതായത് ആളുകളുടെ ജാതി നോക്കി വേണം ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളും നൽകേണ്ടത് എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് CPI. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രമേയം തന്നെ വിജയവാഡയിലാണെന്ന് തോന്നുന്നു. CPIയുടെ ദേശീയ സമ്മേളനം നടന്നപ്പോൾ അവിടെ VS സുനിൽകുമാർ അവതരിപ്പിച്ചു. അത് പാർട്ടിയിൽ എല്ലാവരും കൂടെ ഏകകണ്ഠേനെ അംഗീകരിച്ചു. അപ്പം VS സുനിൽകുമാറും ബിനോയ് വിശ്വവും കൂടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു ദേശീയ ജനാധിപത്യ വിപ്ലവം നടന്നാൽ അതിൻ്റെ ഗുണഭോക്താക്കളായി അവരാളുകളെ കാണുന്ന ഉള്ളവനും ഇല്ലാത്തവനും ആയിട്ടല്ല, മറിച്ച് ഓരോ ജാതി നോക്കിയാണ്. അപ്പോൾ ജാതി നോക്കി കമ്മ്യൂണിസം നടത്താൻ ഇറങ്ങിയ CPI നേതാക്കന്മാർക്ക് 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നുകൂടി നോക്കണ്ടേ? അവരുടെ ഈ ജാതി രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചോ എന്ന് നോക്കണ്ടേ? അവസാനം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സാണ് ഏറ്റവും ഉയർന്ന വോട്ട് കരസ്ഥമാക്കിയത്. അത് 29% വോട്ടാണ് കോൺഗ്രസ് കരസ്ഥമാക്കിയത്. CPM ആകട്ടെ 27%. ശതമാനം കഴിഞ്ഞ സംതിങ് ഉണ്ട്, അത് ഞാനങ്ങ് വിട്ടിട്ടാണ് പറയുന്നത്. BJP 14%, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 9% കഴിഞ്ഞ് അതിൻ്റെ പിന്നിലാണ് 5%വുമായി CPI നിൽക്കുന്നത്. അപ്പോൾ സഹാക്കളെ ഒരു കാര്യം മറക്കരുത്. നിങ്ങൾ സഹായം ചെയ്ത് ചിലപ്പോൾ ആളുകൾ മറന്നേക്കാം. പക്ഷേ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന,
അടിച്ചമർത്താൻ ശ്രമിക്കുന്ന, തകർക്കാൻ ശ്രമിക്കുന്ന സമൂഹം നിങ്ങൾക്ക് മാപ്പ് തരത്തില്ല. CPI എന്ന് പറയുന്നത് സാഡിസ്റ്റുകളുടെ പാർട്ടിയായി മാറി. മനുഷ്യൻ്റെ ദാരിദ്ര്യത്തെ ദാരിദ്ര്യമായി കാണാനും അവൻ്റെ അവശതകളായി കാണാനും കഴിയാതെ അവനിൽ ജാതി കാണുന്ന ഒരു പാർട്ടിയെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്? നിങ്ങൾ അർഹിക്കുന്ന ശിക്ഷ തന്നെ ജനങ്ങൾ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്കുള്ള യാത്രയിലുമാണ്. നിങ്ങൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, 64-2000 പാർട്ടി പിളർന്നപ്പോൾ നിങ്ങളും CPM തമ്മിലുള്ള വ്യത്യാസം 24% വോട്ടിൻ്റെ വ്യത്യാസമാണ്. നിസ്സാര കാര്യമാണ്. 1964 നിങ്ങളും CPM തമ്മിൽ വേർപിരിഞ്ഞു പോയി. ഇന്ന് CPM നേടിയത് 27% വോട്ടാണ്. നിങ്ങൾ നേടിയത് വെറും 5% വോട്ടാണ്. എത്ര ശതമാനത്തിൻ്റെ വോട്ട് വ്യത്യാസമുണ്ട് എന്ന് സാവധാനം നിങ്ങൾ കണക്കാക്കണം. അത്രയും ജനപിന്തുണ നിങ്ങൾക്ക് കുറഞ്ഞു. കാരണം നിങ്ങളുടെ ജാതി അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 9% വോട്ട് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് വെറും 5% വോട്ട് തന്ന് ജനങ്ങൾ നിങ്ങളെ ഒതുക്കി നിർത്തിയത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ബിനോയ് വിശ്വം എന്ന നല്ലവനായ രാഷ്ട്രീയ നേതാവ്, അഴിമതിക്കാരനല്ലാത്ത രാഷ്ട്രീയ നേതാവ് ഒരു പത്രപ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇന്ന് ആ പത്രത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. മലയാള മനോരമയുടെ, അതായത് 2025 ഡിസംബർ 21 മലയാള മനോരമയിലെ 14-ാമത്തെ പേജിൽ, കൊല്ലം എഡിഷൻ്റെ 14-ാമത്തെ പേജിൽ വന്ന ഒരു വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. വാർത്തയുടെ തലക്കെട്ട് 11 മണ്ഡലങ്ങളിലെ SIRൽ BJPക്ക് അനുകൂലമായി വോട്ട് വെട്ടിമാറ്റി ബിനോയ് വിശ്വം. അദ്ദേഹം പറയുന്നത് 11 നിയമസഭാ മണ്ഡലങ്ങളിലെ ആയിരക്കണക്കിന് വോട്ട് BJPക്ക് അനുകൂലമായി ഇലക്ഷൻ കമ്മീഷൻ വെട്ടിമാറ്റി SIRലൂടെ എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. കൃത്യമായി കണക്കും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് കഴക്കൂട്ടത്ത് 43,395 വോട്ട്, വട്ടിയൂർക്കാവിലെ 54,163 വോട്ട്, നേമത്ത് 49,063 വോട്ട്, ആറ്റിങ്ങലെ 16,012 വോട്ട്, കാട്ടാക്കടയിലെ 25,233 വോട്ട്, മണലൂരിലെ 20,698 വോട്ട്, ഒല്ലൂരിലെ 31,310 വോട്ട്, തൃശ്ശൂർ 30,417 വോട്ട്, ഇരിങ്ങാലക്കുട 17,576 വോട്ട്, പുതുക്കാട്ട് 18,520 വോട്ട്, നാട്ടികയിലെ 23,595 വോട്ട്. ഇതാണ് വെട്ടിമാറ്റിയ വോട്ടിൻ്റെ കണക്ക് ശ്രീ ബിനോയ് വിശ്വം പറയുന്നത്. ബിനോയ് വിശ്വത്തിനെ സഖാവെന്ന് വിളിക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശ്രീ ചേർത്ത് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, വോട്ട് ചോരി കലയും ശാസ്ത്രവുമാക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ ജനഹിതം അട്ടിമറിച്ച BJP ആ പദ്ധതിയുമായി കേരളത്തിലും എത്തിയെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ബിനോയ് വിശ്വം പറഞ്ഞു. അപ്പോൾ വോട്ട് ചോരിക്ക് കളമൊരുക്കിയത് ആരാണ് സഖാവേ? അത് സഖാവ് അതിന് മറുപടി പറയണ്ടേ? അപ്പോഴേ നമുക്ക് ഓക്കെ, അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എടുക്കാം. ശ്രീ ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ശ്രീ ജ്ഞാനേഷ് കുമാർ 1-ാം പ്രതിയും അതുപോലെ തന്നെ മറ്റ് മെമ്പർമാരായ 2 പേരുണ്ട്, ഡോക്ടർ സുഖബീർ സിംഗ് സന്ധു, അതുപോലെ തന്നെ ഡോക്ടർ വിവേക് ജോഷി. ഇവർ 2 പേരും 2-ാം പ്രതിയുമായി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് കേരളത്തിൽ ആയിരക്കണക്കിന് വോട്ടുകൾ വെട്ടിമാറ്റാൻ കഴിഞ്ഞത് എന്നാണ് ആദരണീയനായ ബിനോയ് വിശ്വം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വോട്ടുകൾ വെട്ടിമാറ്റി എന്നാണ് സഖാവ് ബിനോയ് വിശ്വം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബാർബർ ഷോപ്പിൽ ചെല്ലുമ്പോൾ തലമുടി വെട്ടിമാറ്റുന്നത് പോലെ SIRൽ വോട്ട് വെട്ടിമാറ്റി തലമുണ്ടനം ചെയ്തു എന്നാണ് ആദരണീയനായ ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായം. സഖാവ് എങ്ങനെയാണ് ഇവർ 3 പേരും കൂടി ഇവിടെ വന്ന് വോട്ട് വെട്ടിമാറ്റിയായിരുന്നു? ഈ നമ്മുടെ ജ്ഞാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധുവും ഡോക്ടർ വിവേക് ജോഷി, ഈ 3 ഭീകരന്മാർ കേരളത്തിൽ വന്ന് താമസിച്ച് ഈ മണ്ഡലങ്ങളിലൊക്കെ നടന്ന്, ഇവിടെയൊക്കെ അങ്ങേക്ക് പരിചയമുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെയാണ്. മണലൂരൊക്കെ അങ്ങേക്ക് നല്ല പരിചയമുണ്ടല്ലോ. നമ്മുടെ സുനിൽകുമാറിന് അറിയാവുന്ന സ്ഥലം തന്നെ മണലൂർ, തൃശ്ശൂർ, ഒല്ലൂർ, പുതുക്കാട്, നാട്ടിക, ഇവിടെയൊക്കെ സുനിൽകുമാറിൻ്റെ ആരാധകർ ഒരുപാടുള്ള സ്ഥലമല്ലേ? അവിടാണോ ഈ 3 കസ്ബലന്മാരൂടെ വന്ന് നിർദ്ദയം വോട്ട് വെട്ടിമാറ്റിക്കൊണ്ട് പോയത്? അവരെന്തായാലും വന്നതായിട്ട് ഒരു തെളിവില്ലല്ലോ സഖാവേ. പിന്നെ ചെയ്തെന്താണ്?
കൊലപാതകം നടത്തിയില്ലെങ്കിൽ പ്രേരണാക്കുറ്റം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതിനവർക്ക് പ്രേരിപ്പിക്കാം. അവർ പ്രേരിപ്പിച്ച ആരെയായിരിക്കാം സാധ്യത? ബിനോയ് സഖാവ് ഒന്ന് സ്വസ്ഥമായിട്ട് ആലോചിക്കണം. ഈ 3 കശ്മലന്മാർ വോട്ട് വെട്ടിമാറ്റാൻ ആരെയാണ് സഖാവെ പ്രേരിപ്പിച്ചത്? കാരണം ഇവിടെ ഈ വോട്ട് ചേർക്കുന്നതും മാറ്റുന്നതും ഒക്കെ ഈ ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും അല്ലെങ്കിൽ ഡോക്ടർ വിവേക് ജോഷിയും ചേർന്നല്ല. ഇവിടെ ഒരു വകുപ്പുണ്ട്. ഏത് വകുപ്പാണ് സഖാവിന് അറിയാമോ? ആ വകുപ്പിൻ്റെ പേര് റവന്യൂ വകുപ്പ് എന്നാണ്. ആ റവന്യൂ വകുപ്പിന് ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയുടെ പേര് കെ രാജൻ എന്നാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ടാണ് പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ ഇരിക്കുന്നത് എന്ന് സഖാവിന് അറിയാമോ? അപ്പോൾ പിന്നെ നമുക്ക് എന്താ മാർഗം? ഇവരെ 1-ാം പ്രതിയും 2-ാം പ്രതിയും 3-ാം പ്രതിയുമായിട്ട് നമുക്ക് കേസ് ചാർജ് ചെയ്യാം. പക്ഷേ രാജൻ സഖാവിനെ അങ്ങനെ വെറുതെ വിടാൻ നോക്കൂ. അദ്ദേഹം മാപ്പുസാക്ഷിയാകണ്ടേ? അങ്ങനെ കെ രാജന് മാപ്പുസാക്ഷിയാക്കി ജ്ഞാനേഷ് കുമാർ 1-ാം പ്രതിയായും സുഖ്ബീർ സിംഗ് സന്ധുവും അതുപോലെ ഡോക്ടർ വിവേക് ജോഷിയും 2ഉം 3ഉം പ്രതികളുമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കുറിപ്പ് കൊടുത്താൽ ആളെ ഒന്നും നോക്കാതെ തന്നെ അവരപ്പം തന്നെ കേസ് ചാർജ് ചെയ്യുകയും ചെയ്യും. പക്ഷേ അപ്പോഴും പ്രേരണാക്കുറ്റം കെ രാജൻ്റെ മേളിൽ നിൽക്കുകയാണ്. സഖാവേ, ഈ വർഷം ഞാൻ കേട്ട ഏറ്റവും നല്ല തമാശയാണ് സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞത്. സഖാവ് ആരോടാണ് സംസാരിക്കുന്നത്? കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ജനങ്ങളോടല്ലേ സഖാവെ അങ്ങ് സംസാരിക്കുന്നത്? അങ്ങ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകൾ കേരളത്തിലുണ്ടെന്ന് ഇപ്പോഴും താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് തെറ്റിപ്പോയി. ചില CPIക്കാരൊക്കെ ചിലപ്പോൾ അത് വിശ്വസിക്കുമായിരിക്കും. വംശനാശം വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിനകത്ത് അങ്ങനെ അവർ വിശ്വസിക്കുമായിരിക്കും. പക്ഷേ അങ്ങേക്ക് ഒരു കാര്യം കൂടെ അങ്ങേ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പേജിൽ മലയാള മനോരമയുടെ 8-ാം പേജിൽ മറ്റൊരു വാർത്തയുമുണ്ട്. CPIക്ക് 100 വർഷം, 26-ന് ആഘോഷം. CPI രൂപീകൃതമായി 100 വർഷം പിന്നിടുന്നതിൻ്റെ ഭാഗമായി 26-ന് പാർട്ടി ഓഫീസുകളിൽ വാർഷിക ആഘോഷം സംഘടിപ്പിക്കാൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു. ഓഫീസുകൾ കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് പാർട്ടി പതാക ഉയർത്തും. സംസ്ഥാന കൗൺസിൽ ഓഫീസായ MN സ്മാരകത്തിൽ 26-ന് 10-ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പതാക ഉയർത്തും. സഖാവ് പതാക ഉയർത്തിക്കൂ. 100 വർഷം കഴിഞ്ഞപ്പോൾ എവിടെ എത്തി സഖാവേ CPI? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പിന്നിൽ 5% വോട്ട് വാങ്ങിച്ചൊരു പാർട്ടിയുടെ കെട്ടിടത്തിലെല്ലാം പതാക ഉയർത്തിയും കൊടിതോരണങ്ങൾ അലങ്കരിച്ചിട്ടും എന്ത് കാര്യമിരിക്കുന്നു? സഖാവ് അത് ആലോചിക്കണ്ടേ? ശവകുടീരം കൊടിതോരണം കൊണ്ട് അലങ്കരിച്ചാൽ ചത്ത് കിടക്കുന്ന ആൾ എണീറ്റ് വരുമോ സഖാവേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. 100 വർഷമായി RSS തുടങ്ങിയിട്ട് ഇന്ന് അവർ ഇന്ത്യ ഭരിക്കുകയാണ്. നിങ്ങൾ ഈ ചീത്ത പറയുന്ന BJP ആണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലുണ്ട് എന്നറിയാമോ? CPI പിന്തുണ കൊടുക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. അതിന് 2026 കഴിയുമ്പോൾ അതിൻ്റെ ഗ്യാസ് തീരില്ലേ? സഖാവ് കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ സഖാവ് വർഗസമരത്തിന് ഇറങ്ങണം. വർഗീയ സമരത്തിന് ഇറങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് അങ്ങ് എടുത്തു മാറ്റണം. പണ്ട് കേരളത്തിലെ 2-3 രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു. NDP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു, SRP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഗൗരിയമ്മ JSS എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. അതിൽ ഈ SRPയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പാർട്ടിയുടെയോ അവരെ ഉപേക്ഷിച്ച് പോയ മുദ്രാവാക്യവും എടുത്തു വെച്ച് 2025-ൽ നിങ്ങൾ സമ്മതിക്കുന്നത് വിദ്യാഭ്യാസവും സംസ്കാരമുള്ളൊരു ജനതയോടാണ് എന്ന് നിങ്ങൾ മറക്കരുത്. ഈ സമൂഹത്തെയാണ് നിങ്ങളുടെ ജാതിയുടെ പേരിൽ വെട്ടിമുറിക്കാൻ നിങ്ങളുടെ തയ്യാറെടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ആളുകൾക്ക് പുച്ഛമാണ് സഖാവേ. അതുകൊണ്ടാണ് ഞാൻ സഖാവിനോട് പറഞ്ഞത് നിങ്ങൾ സാഡിസ്റ്റുകളുടെ പാർട്ടിയാണെന്ന്. നിങ്ങൾക്ക് ആരും വോട്ട് ചെയ്തില്ല, പിന്നോക്കക്കാരന് വോട്ട് ചെയ്യില്ല, മുന്നോക്കക്കാരന് വോട്ട് ചെയ്യില്ല, ആരും വോട്ട് ചെയ്യില്ല. നിങ്ങൾ കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് 2026-ൽ കൊടിതോരണങ്ങൾ വെച്ച് അലങ്കരിച്ചോ പടക്കം പൊട്ടിച്ചോ ഒക്കെ ഈ 26-ന് നിങ്ങൾക്ക് ആഘോഷിക്കാം. പക്ഷെ നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണ് നിങ്ങൾ ആലോചിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ശ്രീ ബിനോയ് വിശ്വത്തിനോട് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. അങ്ങ് മാതൃകയാക്കേണ്ടത് സഖാവ് CK ചന്ദ്രപ്പനെയാണ്, അല്ലാതെ വെളിയം ഭാർഗവനെ അല്ല. ഞാൻ പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് അങ്ങേക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. തലയിൽ ആൾ താമസമുള്ള ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് മറക്കരുത്. വിഡ്ഢികളുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞുപോയി. നല്ല ഓർമ്മശക്തിയുള്ളൊരു ജനതയോടാണ് അങ്ങ് സംസാരിക്കുന്നതെന്ന് മറക്കാതിരിക്കുന്നതാണ് അങ്ങേക്കും അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് നല്ലത്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക്
ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.